ഹായ് ഫ്രണ്ട്സ്, ഇതാണ് റാം പമ്പ്. ഇതെന്താ വെച്ചാൽ കുറഞ്ഞ ലെവലിന് വെള്ളം വന്ന് ഇതിക്ക് ഇൻപുട്ട് വന്നാൽ ഔട്ട്പുട്ട് ഇത് നല്ല പ്രഷറിൽ എത്ര ഹൈറ്റിക്കും കയറ്റി വിടും, എത്ര ഹൈറ്റിക്കും തള്ളും. അതായത് ഒരു വാട്ടർ ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, വെള്ളത്തിൻ്റെ ലെവൽ പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ലെവൽ പൈപ്പ് എടുത്ത് വന്നിട്ട് ആ വെള്ളത്തിൻ്റെ ലെവൽ വരെ നിൽക്കുള്ളൂ. പക്ഷേ ഇത് താഴത്തു നിന്നാണ് വെള്ളം വലിച്ച് നല്ല ഹൈറ്റിക്ക് തള്ളി കയറ്റും. ഇതിന് റാം പമ്പ് എന്ന് പറയുന്നത് യൂട്യൂബിൽ അടിച്ചിട്ടൊക്കെ കാണാം. ഓരോ ഇംഗ്ലീഷുകാരും ഓരോരുത്തരും ചെയ്ത വീഡിയോസൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എന്താ വെച്ചാൽ 2 NRV വാൾവ് പറയും. അത് 2 ഡയറക്ഷനിൽ വെച്ചിട്ട് ഒരു ഭാഗത്ത് കൂടെ വെള്ളം അങ്ങനെ വരും. എന്നിട്ട് ഒരു വാൾവ് ഓപ്പൺ ആകുമ്പം മറ്റേ വാൾവ് അടിയും, മറ്റേ വാൾവ് ഓപ്പൺ ആകുമ്പം ഈ വാൾവ് അടിയും. അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണിത്. ഇതിന് കറണ്ട് വേണ്ട, വേറെ എന്ത് കാര്യങ്ങളും വേണ്ട. ഇതിവിടെ ഉപയോഗിക്കാൻ കഴിയാമെന്ന് ചോദിച്ചാൽ ഈ മലകളിൽ നിന്ന് വെള്ളമൊക്കെ അങ്ങനെ വരുന്ന പോകുന്നുണ്ടാവുമല്ലോ. നമ്മളിവിടേക്ക് പറഞ്ഞാൽ 6 മാസം വെള്ളം അങ്ങനെ മലയിൽ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നിടത്ത് ഈ സംഗതി വെക്കുക. ഇതിക്ക് വെള്ളം വരുന്ന ലൈന് കുറഞ്ഞ ദമ്മിൽ മർദ്ദം വന്നാൽ മതി. ഇതിൽ കൂടെ വരുന്ന മർദ്ദം കൊണ്ട് ആ വാൾവ് ഓപ്പൺ ആകും, മറ്റേ വാൾവ് അടിയും. അങ്ങനെ ഓൺ ഓഫായി അങ്ങനെ കളിക്കുമ്പോൾ ആ മുകളിൽ വെച്ച 2 ഇഞ്ച് പൈപ്പിൻ്റെ കുറ്റിയിൽ എയർ കയറിയിട്ട് അതിൻ്റെ ദമ്മോടാണ് വെള്ളം ഇങ്ങനെ ഹൈറ്റിക്ക് ചാടുന്നത്. നിങ്ങൾക്ക് കാണാം, ആ ലെവൽ നോക്കിയാൽ താഴത്തുള്ള ടാങ്കിനാണ്ട് എത്രയോ ഹൈറ്റിലാണ് ആ വെള്ളം ചാടുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ആ സമയങ്ങളിലൊക്കെ വെള്ളം ഫ്രീ ആയിട്ട് നമുക്ക് അടിക്കാം. ഇതിന് ഫ്രീ എനർജി എന്നും പറയും. അപ്പോൾ ഈ പരിപാടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു 1-2 ദിവസം കൊണ്ടൊന്നുമില്ല, പണിയില്ലാത്ത ദിവസങ്ങളിലും ഇങ്ങനെ ചെക്ക് ചെയ്ത് റെഡി ആയി കിട്ടിയാണ്. ഞാനും ഇത് യൂട്യൂബുകളിൽ നോക്കി കണ്ടത് തന്നെയാണ്. പക്ഷേ അതൊന്നും പറയാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നടക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിക്ക് കണക്ഷൻ വരുന്ന വാൾവ് ഉണ്ടല്ലോ, പൈപ്പ്, അത് നമ്മൾ ഇതെങ്ങനെ PVC പൈപ്പാണ് ഇട്ടത്. ഈ PVC പൈപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ ഇത് വർക്കിംഗ് ആവില്ല. ഇതിന് PVC പൈപ്പ് തന്നെ ഇടണം. ഇത് വെള്ളം ഇങ്ങനെ വലിച്ചു വിടുമ്പം ഒരു വാക്കിങ് സംഭവിക്കില്ല. വെള്ളം വലിക്കുക വിടുമ്പോഴേ പൈപ്പ് ആദ്യം ഞാൻ ഇട്ടിരുന്നത് പച്ച പൈപ്പായിരുന്നു. പക്ഷേ അത് അമരുമ്പോൾ അത് ചമ്പി പോകുന്നുണ്ട് വെള്ളം അങ്ങനെ വലിക്കുമ്പോൾ. ഇതെന്തിനാണ് കൊടുത്തു വെച്ചാൽ ആ നല്ല എയർ ടൈറ്റ് ഇത് കൂടിയപ്പോഴേ, പ്രഷർ കൂടിയപ്പോൾ വാൾവ് ഓപ്പൺ ആണില്ല. അപ്പോൾ ഒരു GI പൈപ്പ് അതിൻ്റെ 3/4 ഇഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ആ MTൻ്റെ അവിടെ എല്ലാം ഇട്ട് കൊടുത്താണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പോയി തട്ടിയാണ്ട് അതിപ്പം പോയി തട്ടും. അപ്പം അത് ഓപ്പൺ ആകുമ്പോൾ പിന്നെ വെള്ളം വരുമ്പോൾ പൊന്തും. അത് വെള്ളം വരുമ്പോൾ പൊന്തുമ്പോൾ പിന്നെയും ഓൺ ഓഫും സുഖമായിട്ട് നടക്കും. പ്രഷർ ഉണ്ടാകുമ്പം ഒരു കനം വെക്കണം, അതിന് വേണ്ടി വെച്ചാണ്. അപ്പോൾ വെള്ളം അടിയത്തെ പൈപ്പ് 1 ഇഞ്ച് പൈപ്പ് കൂടി 3/4 ഇഞ്ച് പൈപ്പ് കൂടി പുറത്തേക്ക് തള്ളുമ്പോൾ അത് സ്മൂത്തായി പൊന്തും. വെള്ളം ഉണ്ടാകുമ്പോൾ വെള്ളത്തിൽ മേലെ PVC പൊന്തുമല്ലോ, പൊന്തി കിടക്കും. അപ്പോൾ വെള്ളം പോയി കഴിഞ്ഞാൽ അത് നേരെ പോയി അതിന് പോയി കുത്തുമ്പോൾ ഓപ്പൺ ആവും, പിന്നെയും പൊന്തും. ഒരു ചെറിയൊരു വെയിറ്റ്, ആ വെയിറ്റ് തന്നെ ഒരു MT അവിടെ വെച്ച് കൊടുത്താണ്ട് വാൾവ് ഇപ്പോൾ പ്രഷർ വന്നപ്പോൾ ക്ലോസ് ആയി. നമ്മൾ നിൽക്കുമ്പോൾ പൊന്തും. ഇപ്പോൾ ഈ നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് നമുക്കിങ്ങനെ ഒരു ഐഡിയ കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ. അപ്പോൾ മറ്റേ നമ്മളിങ്ങനെ പോയി വിരലുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു വെയിറ്റ് കൊടുക്കണം. ആ വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ അതങ്ങനെ വെച്ച് നോക്കിയപ്പം അത് പൊന്തുന്നുണ്ട്. അപ്പോൾ നമുക്കത് നിൽക്കാൻ വേണ്ടിയാണ് ആ 1 ഇഞ്ച് MT അവിടെ ടൈറ്റ് ആക്കിയാണ്ട് ഇതായി ചെയ്തത്. അപ്പോൾ വെള്ളം വരുമ്പം പൈപ്പാണ് പൊന്തും. ആ 1 ഇഞ്ച് വെക്കണോണ്ട് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടാകുന്നതുകൊണ്ടേ സ്മൂത്തായി പൊന്തും. ചെറിയൊരു പിരി ടൈറ്റ് ചെയ്തോടെ നിർത്തുക, ലെവലാക്കി നിർത്തുക. പിരി ലെവലല്ലെങ്കിൽ ആ സാധനം പൊന്തൂല. പിരി ലെവലാക്കി നിർത്തിയിട്ട് ഈ കനം വെയിറ്റ് അതിൻ്റെ ഉള്ളിൽ കണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ പോയിട്ട് വാൾമാണ്ട് കുത്തുമ്പോൾ വെള്ളാട് കയറുമ്പോൾ ഓപ്പൺ ആവും. അങ്ങനെ ഓൺ ഓഫ് ആകുമ്പം മറ്റേ വാൾവ് അതിൻ്റെ അടുത്ത് തന്നെ വേറെ NRV കാണാം. നമുക്ക് പ്രഷർ ഒരു 2 ഇഞ്ച് ഒരു ടോപ്പൊക്കെ വെച്ചിട്ടുണ്ടില്ല, അതിൻ്റെ ചൂട്ടിലൊരു NRVയും കൂടി ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനത്തെ ഫ്രീ ആയിട്ട് വരുന്ന വെള്ളം അങ്ങനെ ഒഴുകി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എടുത്തിട്ട് വെള്ളത്തെ നമുക്ക് അതിൻ്റെ മേലോട്ട് തന്നെ അടിച്ച് കയറ്റാം. 80% വെള്ളം മുന്നത്തെ പൈപ്പ് കൂടെ വരികയാണെങ്കിൽ ബാക്കി 20% നമുക്ക് ടാങ്ക് കിട്ടുള്ളൂ. എന്നാലും ആ 24 മണിക്കൂർ കിട്ടുമ്പോൾ ടാങ്ക് ഫുള്ളാവും. പിന്നെ കറണ്ടൊന്നും വേണ്ടല്ലോ. ഇങ്ങനെ പോയി അങ്ങനെ കുത്തുമ്പം നമ്മൾ ഇത് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ആ പൈപ്പ് പിടിച്ചൊന്ന് 1, 2, 3 അങ്ങനെ കൊടുത്താൽ ആ ലെവലിൽ പിന്നെ അങ്ങനെ പ്രഷർ എടുക്കും വെള്ളത്തിൻ്റെ. അപ്പോൾ ഇത് ചെയ്യാനുള്ള എങ്ങനെയൊക്കെയെന്ന് പറഞ്ഞുതരാം. താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് നമ്മൾ എടുത്തത്, ഞാൻ ഇതിന് ആദ്യം വീഡിയോയിൽ കണ്ടെന്ന് വാങ്ങി വെച്ച 1 ഇഞ്ചിൻ്റെ NRV, 4 MTA, 1 ഇഞ്ചിൻ്റെ T, 1/4 T, ഇതൊക്കെ പണ്ട് വാങ്ങിച്ചേനി. പഴയ പൈപ്പിംഗ് പീസ് ഒക്കെ എടുത്താണ്ടാണ് തട്ടിപ്പിച്ചാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആദ്യം നമ്മളിതിങ്ങനെ ചെയ്ത് നോക്കി.
പിന്നെ ഇത് കണക്ഷൻ കൊടുത്ത് ഒരു ടീ കൊടുത്ത് ടീന്ന് MTA, പിന്നെ ഒരു NRVൻ്റെ ഫസ്റ്റത്തെ NRVൻ്റെ ആരോ മാർക്ക് താഴെ മേപ്പോട്ടാണ്, രണ്ടാമത്തെ ലാസ്റ്റത്തെ NRVൻ്റെ ആരോ മാർക്ക് കീപ്പോട്ടാണ്. അങ്ങനെ കൊടുക്കണേ. പിന്നെ വെള്ളത്തിന് വേണ്ടി ഒരു ഹോസ് കണക്ട് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ചിന് 3/4 ഇഞ്ച് റോസ് കളർ കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര നിങ്ങൾ കണ്ടില്ലേ, ഒക്കെപ്പാട് കാണിച്ചതിൻ്റെ വെച്ചിട്ട് അങ്ങനെ ഇതൊക്കെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ രണ്ടാമതാക്കി ഊരിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നും ലീക്ക് എടുക്കരുത്. ത്രെഡ് സീലും സെല്ലൊക്കെ ഇട്ടിട്ട് പിരി കുറച്ച് വലുപ്പമുള്ള പിരി നല്ല കൊള്ളണ NRV വാൾവ് വാങ്ങിക്കേണ്ടി. NRV പറഞ്ഞാൽ നോ റിട്ടേൺ വാൾവേ. ഇങ്ങനത്തെ വാൾവ് വാങ്ങി ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കുക. ഇത് ഞാൻ ഫസ്റ്റ് ചെക്ക് ചെയ്തതാണ്. ഇത് ഒഴിവുള്ള സമയങ്ങളിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് റെഡി ആയിട്ടാണ് കിട്ടിയതാണ്. കുറച്ച് ഞങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒന്നും റെഡി ആകുന്നുണ്ടാവില്ല. റെഡി ആകാത്ത കാരണം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഉപയോഗിച്ച വരുന്ന പൈപ്പും 3/4 ഇഞ്ചിൻ്റെ ഈ ഓസാണ്. ഈ ഓസ് ഇട്ടിട്ട് എന്താ വെച്ചാൽ ഇത് ചമ്പാണ്. വലിക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊരു വാക്കിങ് നടക്കുമ്പോൾ അത് ചമ്പാണ്. അപ്പോൾ വെള്ളം വരുന്നില്ല, ഓഫാവും. പിന്നെ നമ്മൾ നെക്കി എടുക്കണം. ഞാൻ ആദ്യം അവിടെ ഒരു വാൾവൊക്കെ ഇട്ട് കൊടുത്തു. ഇനി വാൾവൊക്കെ ഇട്ടെടുത്താണ്ട് അതിൽ എയർ പ്രഷർ കൂട്ടാൻ വേണ്ടി ആയിട്ട് തുറക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ എത്ര ആയിട്ടും വർക്ക് ചെയ്യണില്ല. പിന്നെ ഇങ്ങനെ നമ്മൾ അങ്ങനെ ആക്കാൻ നിൽക്കണം. ഇത് അടിയും ഇടക്കാണ്ട് കിട്ടും, പിന്നെയും പോവും, ഇടക്കാണ്ട് കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ പൈപ്പിന് ചെറിയൊരു ഓട്ടയുണ്ട്. അതിന് അതേക്ക് ഇതിങ്ങനെ ചമ്പി കിടക്കുകയാണ്. അപ്പോൾ ഈ ചമ്പി കിടക്കുന്നതിനനുസരിച്ച് ഇത് ഈ വരവ് കിട്ടണില്ല. ഈ വെള്ളം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഉള്ളൊരു മർദ്ദം സംഭവിക്കുകയാണ്. ആ മർദ്ദത്തിൻ്റെ ലെവലിലാണിത് വെള്ളം കയറുന്നത്. ഈ പൈപ്പ് നോക്കി നമുക്ക് കാണാം, അങ്ങനെ ആടും. വെള്ളം ഇങ്ങനെ എടുക്കുമ്പോഴേ അങ്ങനെ ആടി ഒരു ചമ്പൽ ഇങ്ങനെ ഇതുണ്ടാവും. അങ്ങനെ ഈ ഒരു ആട്ടമൊക്കെ സംഭവിച്ചിട്ട് അങ്ങോട്ട് കിട്ടണില്ല. അപ്പം ഈ ഒരിക്കലും ഇങ്ങനത്തെ പൈപ്പ് എടുക്കരുത്. വരുന്ന പൈപ്പ് നല്ല 1 ഇഞ്ചാണെങ്കിൽ 1 ഇഞ്ച്, 3/4 ഇഞ്ചാണെങ്കിൽ 3/4 ഇഞ്ച് PVC പൈപ്പ് തന്നെ ഇടുക. ചമ്പാൻ സമ്മതിക്കരുത്. ഇതിൽ വെള്ളം കഴിയും. ഇങ്ങനെ തോനവട്ടം പരീക്ഷിച്ചിട്ടാണ് ഇത് വിജയിച്ചെടുത്തത്. ഫസ്റ്റൊക്കെ ഇട്ടെറിഞ്ഞ് പോയിനി. പിന്നെയും ഒഴിവുള്ള സമയങ്ങളിൽ മൂഡ് റെഡി ആകുമ്പം നോമ്പൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ഇത് ക്ലിയറായിട്ട് വർക്ക് ചെയ്തില്ല. പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ അതിനെന്തോ ഒരു പ്രോബ്ലം ഉണ്ടായി മനസ്സിലായി. അത് പിന്നെ അങ്ങനെ ആലോചിച്ചെടുത്ത് കൂട്ടിയതാണ്. പിന്നെ തോനെ കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. ഇത് അവസാനം ഈ PVC പൈപ്പ് കൊടുത്ത്, ആ മറ്റേ പൈപ്പുകളെ കണ്ടില്ല അവിടെ, ആ പൈപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ട് PVC പൈപ്പ് കൊണ്ടുവന്നാണ് കയറ്റി. അപ്പോൾ ക്ലിയർ വർക്കിങ്. നെക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ആവണമെന്നില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വെള്ളത്തിൻ്റെ പാത്രമൊക്കെ ഒന്ന് മാറ്റി അങ്ങനെ കൊടുത്തിട്ട് ഇത് നല്ല ഹൈറ്റിക്ക് വെച്ച്, അത്ര ഹൈറ്റ് 7-8 മീറ്റർ ഹൈറ്റ് എടുത്തിട്ടും ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ചെറുങ്ങനെ വരുന്നുള്ളൂ, സ്പീഡ് ചാടണില്ല. പൈപ്പും കൂടെ അങ്ങനെ ഒളിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഫസ്റ്റ് കണ്ടില്ല നമ്മൾ നല്ല ഹൈറ്റിൽ കയറ്റിയപ്പോൾ നല്ല ദമ്മിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ മുമ്പിൽ ഫസ്റ്റ് ഇൻപുട്ട് വരുന്ന വെള്ളം ദമ്മുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് നല്ല ദമ്മുക്ക് പിന്നെ നമുക്ക് ഹൈറ്റ് കയറ്റാം. അപ്പോൾ ഞാൻ ഈ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കും നമ്മൾ ആ ടാങ്ക് നിറക്കാൻ. ഈ ടാങ്ക് നിറച്ചിട്ടാണ് അതിൽ നിന്ന് നടക്കുക. ഇത് ഈ പൈപ്പുമ്പോൾ നേരിട്ട് ഞാൻ ആദ്യം കൊടുത്തു നോക്കിന് യൂസ്, പക്ഷേ വർക്ക് ചെയ്യണില്ല. അങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ വർക്ക് ചെയ്യിപ്പിക്കണേ. ഒരു പൈപ്പിൽ നിന്നൊക്കെ എടുത്താണ്ട് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ പൈപ്പ് എടുത്ത് നേരിട്ട് അതിലാണ് അതിൽ കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യണില്ല. ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പ്രഷർ ആ ഒരു വാക്കിങ് സംഭവിക്കുന്നുണ്ട്. അവിടെ വെള്ളം അങ്ങനെ ആണെന്നനുസരിച്ച് പൈപ്പ് ആടണ കാണാനൊക്കെ. PVC പൈപ്പ് അങ്ങ് ചുരുങ്ങും, അമർന്ന് ചുരുങ്ങിയിട്ട്. ഇപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ ചെരിവൊക്കെ ഉണ്ടെങ്കിലും നിൽക്കുന്ന പൊസിഷൻ ചെരിവൊക്കെ ഉണ്ടെങ്കിലും അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ലെവലിലാണെങ്കിൽ മുകളിൽ വേറെ എത്തും വെക്കണ്ട. നമ്മൾ പിന്നെ ഹൈറ്റ് കൂട്ടി വെക്കുക എന്നുണ്ടെങ്കിൽ ആ മറ്റേ ഒരു 3/4 ഇഞ്ച് പൈപ്പ് പീസിൻ്റെ ഉള്ളിൽ GA കഷ്ണമൊക്കെ ഇട്ട് വെയിറ്റ് കൊടുക്കേണ്ടി വരും. ഇത്ര ഹൈറ്റിലാകുമ്പോൾ വെയിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. പൈപ്പ് ഇങ്ങനെ അവിടെ അങ്ങനെ ഇതൊരു വാക്കിംഗ് ആണ്. കാര്യം നമ്മളെ അങ്ങോട്ട് പ്രഷർ മാത്രം കൊടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലൊരു വലിക്കുക വിടുക എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പിൽ നിന്നൊക്കെ എടുത്താണ്ട് മോട്ടറിൽ നിന്നൊക്കെ എടുത്താണ്ട് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിന് ആ വാക്കിങ് നടക്കാനുള്ളൊരു സംവിധാനം അവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. പ്രഷറിൽ നല്ല അടിച്ച് മോട്ടർ കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം നിറച്ചിട്ട് ഇനിയിപ്പോൾ ഈ ടാങ്ക് നമ്മൾ ഹൈറ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഇതിൽ അറിവോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൽ കാണാനുള്ളത്. ഓരോ വീഡിയോ കാണുമ്പോൾ ചിലവർക്കുണ്ടാവും ഉണ്ടാക്കണം ചെയ്ത് നോക്കണം എന്നൊക്കെ പൂതി. പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ അതിനെ ഒക്കൂല. ചിലപ്പം ഗൾഫിലോ പണിയിലോ ആയിരിക്കും. അപ്പം കഴിയണൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പഠിക്കാൻ.
രസമാണ്, ഒഴിവാണെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സോക്കറ്റാണ് കൊടുത്തിന്, ഒഴിവാക്കിയാണ്ട് നേരിട്ട് PVC പൈപ്പ് കയറ്റി. കാര്യം ആദ്യം പച്ച പൈപ്പാണ് കയറ്റിനത്, അത് ഒഴിവാക്കിയിട്ട് പിന്നെ അതേക്ക് ഈ NRV നോക്കണം, NRV 2 നോക്കണം. ഇത് അടിയിലേക്ക് ആരോ വർക്കാണെങ്കിൽ മറ്റേ മാപ്പ് വിട്ട് ആരോ വർക്ക്, ഇത് രണ്ടുമാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. ആ PVC പൈപ്പാണ് മാറ്റിയോട് കൂടി നല്ല ക്ലിയർ വർക്കിങ്. ഇവിടെ ഒരു കുറ്റി എയറിൻ്റെ എന്തായാലും കൊടുക്കണേ. ഈ വാൾവൊക്കെ ഇട്ട് ഞാൻ ആദ്യം കൊടുത്തതായിരുന്നു. അപ്പോൾ വാൾവൊക്കെ പൊട്ടാൻ തുടങ്ങി, വാൾവിൻ്റെ അവിടെ ചെറിയ പൊട്ടുണ്ടായിട്ട് ഇവിടെ വെള്ളം നല്ലോണം പോരുന്നുണ്ട്. അതാണ് മേലിൽ നിന്ന് വരുമ്പം പൈപ്പ് മുക്കൂടെ അങ്ങനെ വരുന്നത്, ഫുള്ളായിട്ട് അവിടെ എത്തുന്നില്ല, അവിടെ പ്രഷർ ജനറേറ്റർ ചെയ്തിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മളെ വീഡിയോ ഒന്നും കൂടി പറയാണ്, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇനി ഇത് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഉണ്ടാക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിക്ക് നമ്മളെ വീടിൻ്റെ ടാങ്കിക്ക് വെള്ളം ചാടിക്കണം, നമ്മളെ വീട്ടിലത്തെ കിണറ്റിൽ നിന്ന്. അപ്പോൾ അതാണ് ഇനി നോക്കാനുള്ളത്. അതെന്തായാലും നമ്മൾ ചെയ്യും. ഇത് ഒരു ഒഴിവ് കിട്ടിയാലേ അതിനെ പറ്റിയ പല പ്ലാനുകളും ഉണ്ട് മനസ്സിൽ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിലത്തെ വാട്ടർ ടാങ്കിലേക്ക് തന്നെ നമ്മൾ ഈ വെള്ളം എത്തിക്കും, ഒരു കറണ്ടും ഇല്ലാതെ. അതിന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ഒക്കെപ്പാടെ ഇപ്പോൾ പറയണില്ല. വീഡിയോ തോനെ വലിച്ചു നീട്ടിക്കൊണ്ട് ആഗ്രഹിക്കണില്ല. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റേ വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ, പച്ച പൈപ്പ് ഇടരുത് അവിടെ എപ്പോഴും PVC പൈപ്പ് ഇടണേ, അല്ലെങ്കിൽ തോനെ ടൈം വേസ്റ്റ് ആയിന്. ഓക്കെ ബൈ, മറ്റൊരു വീഡിയോയിൽ കാണാം.